ഈ ഒരു സെഷനിലൂടെ നമ്മൾ 12ാം ക്ലാസ്സിലെ കമ്പ്യൂട്ടർ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ് ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കുകയാണ്. രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങൾ അതിൽ കാണാം. നമുക്ക് നോ യുവർ പ്രോഗ്രസ്, അതുപോലെ തന്നെ ലെറ്റസ് അസസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് തരം ചോദ്യങ്ങളുടെ സെറ്റ് നമുക്കതിൽ കാണാം. പേജ് 19 ടെക്സ്റ്റ് ബുക്കിലെ പേജ് 19 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. വാട്ട് ഈസ് എ സ്ട്രക്ചർ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ട്രക്ചർ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡാറ്റ ഐറ്റംസിനെ ഒരു പേരിന് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. So structure is a user defined data type of C++ to represent a collection of logically related data items which may be of different types under a common name. Then the next question is, structure combines different types of data under a single unit. State whether this is true or false. ഒരു സ്ട്രക്ചർ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡാറ്റ ടൈപ്പുകളെ ഒരു പേരിനു കീഴിൽ ക്രോഡീകരിക്കുന്നു, കൊണ്ടുവരുന്നു എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. അത് ശരിയാണോ തെറ്റാണോ? ദ ആൻസർ ഈസ് ട്രൂ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ആക്സസിങ് ആൻ എലമെൻറ്റ് ഓഫ് എ സ്ട്രക്ചർ? ഒരു സ്ട്രക്ചറിലെ എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വേരിയബിൾ ഡോട്ട് എലമെൻറ്റിൻ്റെ പേര് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ്. ബാക്കിയെല്ലാം റോങ് ആണ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നെസ്റ്റഡ് സ്ട്രക്ചർ? റൈറ്റ് ആൻ എക്സാമ്പിൾ. നെസ്റ്റഡ് സ്ട്രക്ചർ ഈസ് എ സ്ട്രക്ചർ ഹാവിങ് അനദർ സ്ട്രക്ചർ ഇൻസൈഡ് ഇറ്റ്. ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ വരിക, അതിനാണ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ അതിൻ്റെ എലമെൻ്റായിട്ട് ഒരു സ്ട്രക്ചറിൻ്റെ വേരിയബിൾ വരിക. So an element of a structure may itself be another structure. Such a structure is known as nested structure. എക്സാമ്പിൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്ന എക്സാമ്പിൾ തന്നെ. ഡേറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ നമ്മളുണ്ടാക്കി, ആ സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിളിനെ നമ്മൾ മറ്റൊരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഒരു വേരിയബിളായിട്ട് അല്ലെങ്കിൽ ഒരു എലമെൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. So this is an example for this. Student is an example for a nested structure. ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഇങ്ങനെയാവാം. ദ ഡെഫിനിഷൻ ഓഫ് ഇന്നർ സ്ട്രക്ചർ ക്യാൻ ബി ഇൻസൈഡ് ദ സ്ട്രക്ചർ. സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുകയും ആവാം. As subscript is for array, dash is associated with structure. അറേക്ക് സബ്സ്ക്രിപ്റ്റ് ആണ് എങ്കിൽ സ്ട്രക്ചറിന് എന്താണ്? അറേയിലെ എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സബ്സ്ക്രിപ്റ്റാണ്. സ്ട്രക്ചറിലെ എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഡോട്ട് ഓപ്പറേറ്ററാണ്. സോ ഡോട്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്ട്രക്ചർ. ദ ആൻസർ ഈസ് ഡോട്ട് ഓപ്പറേറ്റർ. ദെൻ പേജ് 25 ചോദ്യങ്ങളാണ്. വാട്ട് ഈസ് പോയിൻ്റർ? നമുക്കറിയാം, പോയിൻ്റർ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വേരിയബിളാണ്. അതിൽ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. വി ക്യാൻ ഡിഫൈൻ പോയിൻ്റർ ആസ് എ വേരിയബിൾ ദാറ്റ് ക്യാൻ ഹോൾഡ് ദ അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്ന വേരിയബിളിനെയാണ് പോയിൻ്റർ എന്ന് പറയുക. എ പോയിൻ്റർ ഈസ് എ വേരിയബിൾ ദാറ്റ് പോയിൻറ്റ്സ് ടു എ മെമ്മറി ലൊക്കേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെന്ത് പറയാം? എ പോയിൻ്റർ ഈസ് എ വേരിയബിൾ ദാറ്റ് പോയിൻറ്റ്സ് ടു എ മെമ്മറി ലൊക്കേഷൻ. ഒരു അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് ആ അഡ്രസ്സ് മെമ്മറിയിലേക്ക് എങ്ങോട്ടോ പോയിൻ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഒരു മെമ്മറിയിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന ഒരു വേരിയബിളായിട്ട് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. വാട്ട് ഈസ് ക്രൈറ്റീരിയൻ ഫോർ ഡിറ്റർമിനിങ് ദ ഡാറ്റ ടൈപ്പ് ഓഫ് എ പോയിൻ്റർ? ഒരു പോയിൻ്ററിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ് തീരുമാനിക്കുന്നത്? സിംപ്ലി അതിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഏത് ഡാറ്റ ടൈപ്പാണോ ഉപയോഗിക്കുന്നത് അതാണ് ആ പോയിൻ്ററിൻ്റെ ഡാറ്റ ടൈപ്പായിട്ട് വരിക. ദ ഡാറ്റ ടൈപ്പ് യൂസ്ഡ് ടു ഡിക്ലെയർ പോയിൻ്റർ. ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഇൻറ്റ് സ്റ്റാർ PTR എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഈ PTR എന്ന് പറയുന്ന പോയിൻ്ററിൻ്റെ ടൈപ്പ് തീരുമാനിക്കുന്നത് ഈ ഇൻ്റാണ്. ദാറ്റ് ഈസ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഏത് ഡാറ്റ ടൈപ്പാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ്
അതിൻ്റെ ഡാറ്റ ടൈപ്പ്. If MKS is an integer variable, write C++ statement to store its address in a pointer. MKS ഒരു ഇൻറ്റിജർ വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് ഒരു പോയിൻ്ററിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. അപ്പോൾ ആദ്യം നമുക്കൊരു പോയിൻ്റർ പറയണം. ഇൻറ്റ് സ്റ്റാർ പി ടി ആർ, ഒരു ഇൻറ്റിജർ പോയിൻ്റർ സ്റ്റാർ പി ടി ആർ ക്രിയേറ്റ് ചെയ്തു, ഈക്വൽ ടു ആംപർസാൻഡ് MKS, ഈക്വൽ ടു ആംപർസാൻഡ് MKS. അഡ്രസ് ഓഫ് MKSന് പി ടി ആറിലേക്ക് സ്റ്റോർ ചെയ്തു. ഇതിനെ 2 സ്റ്റെപ്പിലൂടെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെയായിരിക്കും അത്? ഇൻറ്റ് സ്റ്റാർ പി ടി ആർ എന്ന് പറഞ്ഞു, ദെൻ അത് കഴിഞ്ഞിട്ട് പി ടി ആർ ഈക്വൽ ടു ആംപർസാൻഡ് MKS എന്നും എഴുതാം. ഇങ്ങനെ 2 സ്റ്റെപ്പിലൂടെ ചെയ്യാം. സോ ദിസ് ഈസ് ദ വേ ടു അസൈൻ ദ അഡ്രസ് ഓഫ് MKS ടു PTR. Then if PTR is an integer pointer, write C++ statement to allocate memory for an integer number and initialize it with 12. PTR ഒരു ഇൻറ്റിജർ പോയിൻ്ററാണ്, അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ട് അതിൽ 12 ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. അപ്പോൾ PTR ഇൻറ്റിജർ പോയിൻ്ററാണ്. ഇൻറ്റിജർ പോയിൻ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതി എന്താണ്? ന്യൂ ഡൈനാമിക് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ്സ് PTRലേക്ക് കൊടുക്കാം. സോ PTR ഒരു ഇൻറ്റിജർ പോയിൻ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം, PTR ഈക്വൽ ടു ന്യൂ ഇൻറ്റ് ഓഫ് 12 എന്ന് എഴുതാം. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഒരു ഇൻറ്റിജർ 4 ബൈറ്റ് മെമ്മറിയിൽ ഡൈനാമിക്കായിട്ട് റിസർവ് ചെയ്യുകയും ആ റിസർവ് ചെയ്ത സ്പേസിൽ 12 സ്റ്റോർ ചെയ്യുകയും അതിൻ്റെ ബേസ് അഡ്രസ്സ് PTRലേക്ക് കൊടുക്കുകയും ചെയ്യും. ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം? PTR ഈക്വൽ ടു ന്യൂ ഇൻറ്റ് എന്ന് കൊടുക്കാം. അത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റാർ PTR ഈക്വൽ ടു 12 ഇങ്ങനെയും ആവാം, ഇങ്ങനെയും ഇനീഷ്യലൈസ് ചെയ്യാം. അടുത്ത ചോദ്യം, കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ് INT സ്റ്റാർ P A ഈക്വൽ ടു 5 P ഈക്വൽ ടു ആംപർസാൻഡ് A C ഔട്ട് സ്റ്റാർ P പ്ലസ് A. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട്? P ഒരു പോയിൻ്ററാണ്, A എന്ന് പറയുന്ന ഓർഡിനറി വേരിയബിളാണ്, അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ 5 ആണ്. P ഈസ് ഈക്വൽ ടു ആംപർസാൻഡ് A. P എന്ന് പറയുന്നത് ആംപർസാൻഡ് A, വിച്ച് മീൻസ് ആ 5 എവിടെയാണോ കിടക്കുന്നത് അതിൻ്റെ ബേസ് അഡ്രസ്സാണ് Pയിൽ സ്റ്റോർ ചെയ്തത്. നൗ C ഔട്ട് സ്റ്റാർ P പ്ലസ് A. സ്റ്റാർ P എന്ന് പറഞ്ഞാൽ വാല്യൂ അറ്റ് P. Pയിലുള്ള അഡ്രസ്സ് ഏതിൻ്റെയാണ്? എയുടെ അഡ്രസ്സാണ്. സോ സ്റ്റാർ P എന്ന് പറയുന്നത് എയിലുള്ള വാല്യൂ തന്നെയാണ്, 5 തന്നെയാണ്. പ്ലസ് എയുടെ വാല്യൂ 5. അപ്പോൾ 5 പ്ലസ് 5 10. സോ വാട്ട് ഈസ് ഔട്ട്പുട്ട് എന്ന് ചോദിച്ചാൽ എൻ്റെ ആൻസർ 10 ആണ്. കാരണം എ ഒരു ഓർഡിനറി വേരിയബിൾ, ഇതിൻ്റെ അഡ്രസ്സാണ്, ഈ വേരിയബിളിൻ്റെ എയുടെ അഡ്രസ്സാണ് Pയിലേക്ക് സ്റ്റോർ ചെയ്തത്. അപ്പോൾ സ്റ്റാർ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ്റ് ഓഫ് എ ആണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അതേ പ്ലസ് എയുടെ ഓർഡിനറി വാല്യൂ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 ആൻസർ കിട്ടും. ഇനി പേജ് 28 ചോദ്യങ്ങൾ. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഓപ്പറേറ്റർ ഇൻ C++. C++ൽ ഡൈനാമിക്കായിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ന്യൂ. വാട്ട് ഹാപ്പൻസ് വെൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സിക്യൂട്ടഡ്? ഇൻറ്റ് സ്റ്റാർ P ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ എന്ത് സംഭവിക്കുന്നതാണ്? ഇൻറ്റ് സ്റ്റാർ P ഈക്വൽ ടു ന്യൂ ഇൻറ്റ് ഓഫ് y. നേരത്തെ നമ്മളൊരു ചോദ്യത്തിന് ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ സംഗതി ക്രിയേറ്റ്സ് എ പോയിൻ്റർ വേരിയബിൾ P എന്ന് പറയുന്ന ഒരു പോയിൻ്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. 2 അലോക്കേറ്റ്സ് 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി ഡൈനാമിക്കലായിട്ട് ഹീപ്പ് ഏരിയയിൽ നിന്ന് 4 ബൈറ്റുകൾ റിസർവ് ചെയ്യുന്നു. ഇനീഷ്യലൈസസ് ദ മെമ്മറി വിത്ത് വാല്യൂ 5. ആ റിസർവ് ചെയ്ത 4 ബൈറ്റിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ 5 ആയിട്ട് കൊടുക്കുന്നു. സ്റ്റോഴ്സ് ദ ബേസ് അഡ്രസ് ഓഫ് അലോക്കേറ്റഡ് മെമ്മറി ടു P. അങ്ങനെ അലോക്കേറ്റ് ചെയ്ത 4 ബൈറ്റിൻ്റെ ആദ്യ ബൈറ്റിൻ്റെ അഡ്രസ്സ്, അതായത് ബേസ് അഡ്രസ്സ് എങ്ങോട്ട് സ്റ്റോർ ചെയ്യുന്നു? Pയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നടക്കുന്നത്. ദെൻ വാട്ട് ഈസ് ഓർഫൻഡ് മെമ്മറി ബ്ലോക്ക്? നമുക്കറിയാം, ഒരു മെമ്മറി ബ്ലോക്ക് ന്യൂ വെച്ചിട്ട് അലോക്കേറ്റ് ചെയ്യുകയും അതിനെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിലീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിഅലോക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഉപയോഗശൂന്യമായി ആ ഒരു ബ്ലോക്ക് അവിടെ കിടക്കും. അത്തരം മെമ്മറി ബ്ലോക്കിനെയാണ് നമ്മൾ എന്ത് പറയാം? ഓർഫൻഡ് മെമ്മറി ബ്ലോക്ക് എന്ന് പറയാം. If the memory allocated using new operator is not freed using delete, that memory is said to be an orphaned memory block. A block of memory that is left unused but not released for further allocation.
ഉപയോഗശൂന്യമായി കിടക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വേറെ ആരും ഉപയോഗിക്കാതെ വെറുതെ റിസർവ് ചെയ്ത് കിടക്കുന്ന മെമ്മറി ബ്ലോക്കിനെയാണ് നമ്മൾ ഓർഫൻഡ് മെമ്മറി ബ്ലോക്ക് എന്ന് പറയുക. ഇഫ് പി ഈസ് ആൻ ഇൻറ്റിജർ പോയിൻ്റർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻവാലിഡ്. പി ഒരു ഇൻറ്റിജർ പോയിൻ്റർ ആണെങ്കിൽ ഇതിൽ ഇൻവാലിഡ് ആയിട്ടുള്ളത് ഏതാണ്? സി ഔട്ട് ആമ്പർസാൻഡ് പി, അഡ്രസ് ഓഫ് പി നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം, ശരിയാണ്. പി പ്ലസ് പ്ലസ് അരിത്മെറ്റിക് ഓപ്പറേഷൻ അതിൻ്റെ മുകളിൽ ചെയ്യാം, കുഴപ്പമില്ല. സി ഔട്ട് സ്റ്റാർ പി ഇൻറ്റു ടു, സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ വാല്യൂ അറ്റ് പി, ആ പിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള അഡ്രസ്സിനാൽ കാണിക്കപ്പെടുന്ന ലൊക്കേഷനിലെ കണ്ടൻറ്റ് എന്താണോ അത് ഇൻറ്റു ആ കണ്ടൻറ്റ് ഇൻറ്റു ടു, അവിടെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് പെർഫോം ചെയ്യാം. ഇവിടെ യഥാർത്ഥത്തിൽ പോയിൻ്ററുമായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത് പോയിൻ്ററിലെ പോയിൻ്റ് ചെയ്യുന്ന ആ ലൊക്കേഷനിലെ കണ്ടൻറ്റിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇതൊക്കെ പോസിബിളാണ്. പോസിബിൾ അല്ലാത്ത സംഗതി എന്താണ്? പി ഈക്വൽ ടു പി ഇൻറ്റു 5. പോയിൻ്ററിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അലൗഡ് അല്ല. പി എന്ന് പറയുന്നത് പോയിൻ്റർ വേരിയബിളാണ്, അതിൻ്റെ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അഡീഷനോ സബ്ട്രാക്ഷനോ ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ അല്ല. സോ ദിസ് ഇസ് റോങ്. ദെൻ കമ്പാരിസൺ, നമുക്ക് ആ ഈക്വൽ ടു കമ്പാരിസൺ, ഈക്വാലിറ്റി കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ എന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. ദെൻ പി ഈക്വൽ ടു 1500, ഇങ്ങനെ ഒരു അസൈൻമെൻറ്റ് നമുക്ക് ഒരിക്കലും പോയിൻ്ററിലേക്ക് ചെയ്യാൻ കഴിയില്ല. സോ ദീസ് ആർ റോങ്. ദെൻ വാട്ട് ഈസ് ഡൈനാമിക് അറേ? എന്താണ് ഡൈനാമിക് അറേ എന്ന് പറയുന്നത്? വാട്ട് ഈസ് ഡൈനാമിക് അറേ? ഡൈനാമിക്കായിട്ട് എക്സിക്യൂഷൻ സമയത്ത് ആവശ്യമുള്ള സ്പേസ് റിസർവ് ചെയ്ത് തയ്യാറാക്കുന്ന അറേസിന് പറയുന്ന പേരാണ് ഡൈനാമിക് അറേ. ഡൈനാമിക് ഫാഷനിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന അറേയാണ് നമ്മൾ ഡൈനാമിക് അറേ എന്ന് പറയുക. An array created by allocating memory in dynamic fashion during runtime is called dynamic array. സാധാരണ അറേസൊക്കെ പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ മുന്നേ തന്നെ മെമ്മറി റിസർവ് ചെയ്യുന്നതാണ്. എന്നാൽ പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ സമയത്ത്, എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആവശ്യമുള്ളത്രയും സ്പേസ് റിസർവ് ചെയ്ത് തയ്യാറാക്കുന്ന അറേസിന് പറയുന്ന പേരാണ് ഡൈനാമിക് അറേ. അഡ്രസ് ഓഫ് ദി ഫസ്റ്റ് ലൊക്കേഷൻ ഓഫ് എൻ അറേ ഈസ് നോൺ ആസ്. ഒരു അറേ കണ്ടിഗ്യൂസ് മെമ്മറി ലൊക്കേഷനാണ് അറേക്ക് റിസർവ് ചെയ്യുക. അതിൻ്റെ ആദ്യത്തെ അഡ്രസ്സിന് പറയുന്ന പേര് ബേസ് അഡ്രസ്സ് എന്നാണ്. അതാണ് യഥാർത്ഥത്തിൽ അറേയുടെ പേരിൽ, നെയിം ഓഫ് ദ അറേയിൽ ഉണ്ടാവുക, സ്റ്റോർ ചെയ്യുക. സോ ദ ഫസ്റ്റ് അഡ്രസ്, ഫസ്റ്റ് ലൊക്കേഷൻ ഓഫ് എൻ അറേ ഈസ് നോൺ ആസ് ബേസ് അഡ്രസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇഫ് ARR ഈസ് എൻ ഇൻറ്റിജർ അറേ. ARR എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ അറേയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഇൻവാലിഡ്? ഇതിലേതൊക്കെയാണ് ഇൻവാലിഡ്? സി ഔട്ട് AR ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ അറേയിലെ ആദ്യത്തെ ലൊക്കേഷനിൽ എന്താണോ വാല്യൂ ഉള്ളത്, അതായത് ARR ഓഫ് 0 എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ ARR ഓഫ് 0 എന്ന് ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് സി ഔട്ട് ARR എന്ന് പറയാം. ഫസ്റ്റ് ഐറ്റത്തെ അത് പ്രിൻ്റ് ചെയ്യും. സോറി, അറേയുടെ അഡ്രസ്സ് അത് പ്രിൻ്റ് ചെയ്യും. ഫസ്റ്റ് ബേസ് അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യും. ദെൻ അത് ശരിയാണ്. ഇവിടെ ചോദിച്ചുള്ള ഇൻവാലിഡ് ആയിട്ടുള്ള ഏതാണെന്ന്? ARR പ്ലസ് പ്ലസ്. ARR is an integer array. Which of the following are invalid? See out ARR നമുക്ക് ചെയ്യാം. ARR plus plus, this is not allowed. ARR plus plus നമുക്ക് ആ അറേ പോയിൻ്ററിൻ്റെ, ആ അറേയുടെ നെയിമിൻ്റെ മുകളിൽ നമുക്ക് ഇത്തരം ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല. ദെൻ സി ഇൻ ARR, ഇതും ഇൻവാലിഡാണ്. സി ഔട്ട് സ്റ്റാർ AR പ്ലസ് 1, ദിസ് ഈസ് വാലിഡ്. കാരണം ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ARRനെ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ARRലുള്ള വാല്യൂ എന്താണോ അതിൻ്റെ കൂടെ 1 ഡൈനാമിക്കായിട്ട് ആഡ് ചെയ്യാൻ പറയുന്നു. എന്നിട്ട് ആ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനോട് അതിൻ്റെ വാല്യൂ ആയിട്ട് ചോദിക്കുകയാണ്, വാല്യൂ ആയിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ARRനെ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ARRനെ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഇവിടെ നടക്കുന്നത് ARRൻ്റെ അപ്ഡേഷനാണ്. സോ ഇറ്റ് ഈസ് റോങ്. ഇതിവിടെ ARR അപ്ഡേറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ദിസ് ഈസ് റൈറ്റ്. ARR ഈക്വൽ ടു 1500, ഇങ്ങനെ വാല്യൂ നമുക്ക് ഡയറക്റ്റായിട്ട് അസൈൻ ചെയ്യാൻ പറ്റില്ല. ദിസ് ഓൾസോ റോങ്. സി ഔട്ട് ARR ഇൻറ്റു 2, ഇത് പറ്റും. ARR വാല്യൂ അറ്റ് ARR, അതായത് ഫസ്റ്റ് വാല്യൂ, അറേയിലെ ഫസ്റ്റ് വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ARR ഇൻറ്റു 2, അതിനെ രണ്ടുകൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 വാലിഡും 3 ഇൻവാലിഡുമാണ്. Write a declaration statement in C++ to refer to the names of 10 books using pointers. പോയിൻ്റർ ഉപയോഗിച്ചിട്ട്, ക്യാരക്ടർ പോയിൻ്റർ ഉപയോഗിച്ചിട്ട് നമുക്കൊരു സ്ട്രിങ്ങിനെ കൈകാര്യം ചെയ്യാം.
10 സ്ട്രിങ്ങിനെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരക്ടർ, പോയിൻ്റർ, അറേ വേണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിക്ലറേഷൻ ഇങ്ങനെ കൊടുക്കാം: ക്യാർ സ്റ്റാർ ബുക്സ് ഓഫ് 10, 10 ബുക്കുകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബുക്ക് ഓഫ് 0 ഒരു ബുക്കിനെ സ്റ്റോർ ചെയ്യും, ബുക്ക് ഓഫ് 1 മറ്റൊരു ബുക്കിനെ സ്റ്റോർ ചെയ്യും. അങ്ങനെ സ്റ്റോർ ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാം. 10 സ്ട്രിങ്ങുകളെ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. കേളി ബ്രേസിറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓരോ സ്ട്രിങ്ങിനെയും ഡബിൾ കോഡ്സ് ഇട്ടിട്ട് അതിലെഴുതി കോമട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഏറ്റവും അവസാനം കേളി ബ്രേസിറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ക്രിയേറ്റ് an array that contain 10 strings. Write a statement to declare a pointer and initialize it with your name. ഒരു പോയിൻ്റർ ഡിക്ലെയർ ചെയ്ത് അതിൽ നിങ്ങളുടെ പേര് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. സോ അങ്ങനെ എഴുതാം നമുക്ക്: ക്യാർ സ്റ്റാർ നെയിം ഈക്വൽ ടു ഡബിൾ കോഡ്സിനുള്ളിൽ നമ്മുടെ പേര് കൊടുത്ത് സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ ദിസ് എ ഡിക്ലറേഷൻ. നൗ പേജ് 37, പേജ് 37 ചോദ്യങ്ങൾ. കമ്പയർ അറേ ആൻഡ് സ്ട്രക്ചർ ഇൻ C++. അറേയും സ്ട്രക്ചറും C++ൽ അറേയും സ്ട്രക്ചറും കമ്പയർ ചെയ്യാനാണ് ചോദ്യം. അറേ നമുക്കറിയാം, അറേ ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്. ഹോമോജീനിയസ് വാല്യൂസിനാണ് കൈകാര്യം ചെയ്യുന്നത്. സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടാണ് എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുന്നത്. അറേയുടെ ഉള്ളിൽ അറേ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേ എന്നാണ് പറയുക. അറേയുടെ സ്ട്രക്ചർ പോസിബിളാണ്. See, it is derived data type, a collection of same type of data. Element of an array are referenced using corresponding subscript അല്ലെങ്കിൽ index. When an element of an array becomes another array, it is called multi-dimensional array. Array of structures is formed. ഒരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, ഇറ്റ് ഈസ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്, എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡാറ്റയെ കൈകാര്യം ചെയ്യുന്നു. എലമെൻറ്റ് ഓഫ് എ സ്ട്രക്ചർ ആർ റെഫറൻസ്ഡ് യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. സ്ട്രക്ചറിലെ എലമെൻറ്റ്സിനെ ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് റെഫറൻസ് ചെയ്യുന്നത്. വെൻ എൻ എലമെൻറ്റ് ഓഫ് എ സ്ട്രക്ചർ ബിക്കംസ് അനദർ സ്ട്രക്ചർ, ഇറ്റ് ഈസ് കോൾഡ് നെസ്റ്റഡ് സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്നാണ് പറയുക. സ്ട്രക്ചർ ക്യാൻ കണ്ടെയ്ൻ അറേസ് ആസ് എലമെൻറ്റ്. ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ അറേസ് എലമെൻറ്റുകളായിട്ട് ഉണ്ടാവാം. ഇങ്ങനെ ഒരു കമ്പാരിസൺ നമുക്ക് കൊടുക്കാം. Then identify the errors in the following structure definition and write the reason for each. ഒരു C++ കോഡ് തന്നിട്ടുണ്ട്. ഇതിൽ എറേഴ്സ് എന്താണെന്ന് ചോദിക്കുന്നത്. സ്ട്രക്റ്റ് കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു, ഇൻഡ് റോൾ ഏജ് 2 എലമെൻറ്റ്സ്, ഫ്ലോട്ട് ഫീ ഈക്വൽ ടു 1000, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമിക്കോൺ ക്ലോസ് ചെയ്തു. ഇവിടെ കാണുന്ന സംഗതി ഒന്ന്, ഇവിടെ വേരിയബിളിന് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ടാഗ്, സ്ട്രക്ചറിൻ്റെ ടാഗ് അല്ലെങ്കിൽ സ്ട്രക്ചറിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഒന്നുകിൽ ഇവിടെ നമ്മൾ വേരിയബിൾ പറയണം, അല്ലെങ്കിൽ ഇവിടെ സ്ട്രക്ചർ ടാഗ് പറയണം. ഇവിടെ സ്ട്രക്ചർ ടാഗ് പറഞ്ഞിട്ടില്ല, ഇവിടെ വേരിയബിളിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ നമുക്ക് അതിൻ്റെ എറർ പറയാൻ പറ്റും. ഇവിടെ ദർ ഇസ് നോ സ്ട്രക്ചർ ടാഗ് ഫോർ ദ സ്ട്രക്ചർ. അപ്പോൾ അതൊരു തെറ്റാണ്. ദെൻ സ്ട്രക്ചർ ഡെഫിനിഷനിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് ഇങ്ങനെ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യാൻ പാടില്ല. സോ നോ സ്ട്രക്ചർ ടാഗ് യൂസ്ഡ്, ഒന്നാമത്തെ എറർ. രണ്ടാമത്തെ, ഇനീഷ്യലൈസേഷൻ ഓഫ് സ്ട്രക്ചർ എലമെൻറ്റ് നോട്ട് അലൗഡ് ഇൻ സ്ട്രക്ചർ ഡെഫിനിഷൻ. അത് അലൗ ചെയ്തിട്ടില്ല. ഇനി മൂന്നാമത്തെ ചോദ്യം, റീഡ് ദ ഫോളോയിങ് സ്ട്രക്ചർ ഡെഫിനിഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ബുക്ക് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്യാണ്. അതിൽ നമുക്ക് ബുക്ക് നമ്പറുണ്ട്, ബുക്കിൻ്റെ പേരുണ്ട്, പിന്നെ അതിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചറുണ്ട്, അതായത് ഒരു നെസ്റ്റഡ് സ്ട്രക്ചറാണ്. അത് ഡേറ്റ് ഓഫ് പർച്ചേസിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള സ്ട്രക്ചറാണ്. അതിൽ ഡേറ്റ് ഉണ്ട്, മന്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, ഇയർ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പ്രൈസ് എന്ന് പറയുന്ന മറ്റൊരു മെമ്പറുണ്ട്. സോ 4 മെമ്പേഴ്സാണെന്നുള്ളത്: ബുക്ക് നമ്പർ, ബുക്ക് നെയിം, ഡേറ്റ് ഓഫ് പർച്ചേസ്, ഫ്ലോട്ട് പർച്ചേസ്. അതിൽ ഈ ഡേറ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് അതിലൊരു നെസ്റ്റഡ് ആയിട്ട് വരുന്ന മറ്റൊരു സ്ട്രക്ചറാണ്. സ്ട്രക്ചറിൻ്റെ പേര് ബുക്ക് എന്നാണ്. ഇനി ചോദിക്കുന്ന ചോദ്യങ്ങൾ: write a C++ statement to declare a variable to refer to the details of book. What is the memory requirement of this variable? Justify your answer. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേരിയബിളിനെ എങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യാം? ഇവിടെ
ഇവിടെ സ്ട്രക്ചറിൻ്റെ പേര് ബുക്ക് എന്നാണ്. അപ്പോൾ ബുക്ക് എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുക്ക് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ പേര് പറഞ്ഞതിന് ശേഷം ബി എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു സെമിക്കോളൻ ടു. സോ ദിസ് ക്രിയേറ്റ്സ് എ വേരിയബിൾ ബി ഓഫ് ടൈപ്പ് ബുക്ക്. ഇതാണ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മെമ്മറി റിക്വയർമെൻറ്റ് ഓഫ് ദിസ് വേരിയബിൾ? എത്രയാണ് മെമ്മറി റിക്വയർഡ് ആയിട്ടുള്ളത്? മെമ്മറി റിക്വയർമെൻറ്റ് ഈസ്, നമ്മൾ ഓരോന്നിന് ഇൻഡിവിജ്വൽ എലമെൻറ്റ്സിന് ആവശ്യമായിട്ടുള്ള മെമ്മറി എടുത്ത് നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ബുക്ക് നമ്പർ ഇൻറ്റിജറാണ്, 4 ബൈറ്റ് ഉപയോഗിക്കുന്നു. ഇതൊരു ക്യാരക്ടർ അറേയാണ്, 20 ബൈറ്റുകളാണ് ആ ക്യാരക്ടർ അറേയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് 20 ബൈറ്റ്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ 4 + 20. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഷോർട്ട് 3 ഷോർട്ടുകളുണ്ട്. അപ്പോൾ ഷോർട്ടിന് 2 ബൈറ്റാണ്. അപ്പോൾ 2 + 2 + 2 6 ബൈറ്റ്സ്. അത് കഴിഞ്ഞ് ഫ്ലോട്ട് പ്രൈസിന് ഒരു 4 ബൈറ്റ്. അപ്പോൾ അത് നമുക്കിങ്ങനെ സം ചെയ്യാം. 4 + 20 + 2 + 2 + 2 + 4, എ ടോട്ടൽ ഓഫ് 34 ബൈറ്റ്സ്. അപ്പോൾ ബി എന്ന് പറയുന്ന വേരിയബിളിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് 34 ബൈറ്റുകളാണ്. ജസ്റ്റിഫൈ യുവർ ആൻസർ. അതിനുള്ള ആൻസറും കൂടെ പറയാം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. മെമ്മറി റിക്വയർമെൻറ്റ് ഫോർ എ സ്ട്രക്ചർ വേരിയബിൾ ഈസ് ദ സം ഓഫ് ബൈറ്റ്സ് റിക്വയർഡ് ഫോർ സ്ട്രക്ചർ എലമെൻറ്റ്സ്. ഓരോന്നിനാവശ്യമായിട്ട് വരുന്ന ബൈറ്റുകളുടെ എണ്ണം കൂട്ടിയാൽ കിട്ടുന്നതാണ് അതിൻ്റെ വേരിയബിളിന് ആവശ്യമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം അതിൽ തന്നെ, റൈറ്റ് C++ സ്റ്റേറ്റ്മെൻറ്റ് ടു ഇനീഷ്യലൈസ് ദിസ് വേരിയബിൾ വിത്ത് ദ ഡീറ്റെയിൽസ് ഓഫ് യുവർ കമ്പ്യൂട്ടർ സയൻസ് ബുക്ക്. കമ്പ്യൂട്ടർ സയൻസ് ബുക്കിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് അത് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാം. ബുക്ക് ബി ഈക്വൽ ടു, ദിസ് ഷുഡ് ബി ക്യാപിറ്റൽ, ബി എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഈക്വൽ ടു കേളി ബ്രേസസിൽ ഇനീഷ്യലൈസ് ചെയ്യാം. ബുക്ക് നമ്പർ 123, ബുക്കിൻ്റെ പേര് കമ്പ്യൂട്ടർ സയൻസ്, ഡേറ്റ് ഓഫ് പർച്ചേസ് 12, 10, 2010, കേളി ബ്രേസ് ക്ലോസ് ചെയ്തു 120. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു കേളി ബ്രേസ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നെസ്റ്റഡ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റ് ആയിട്ട് അതിനൊരു കേളി ബ്രേസ് ഇട്ട് അതിൽ ഐറ്റംസ് കൊടുത്തു. ഓരോ ഐറ്റംസ് കൊടുക്കുമ്പോഴും അതിനെ നമ്മൾ കോമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് വാല്യൂസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 123 ബുക്ക് നമ്പറാണ്. കമ്പ്യൂട്ടർ സയൻസ് അതിൻ്റെ ബുക്കിൻ്റെ ടൈറ്റിലാണ് നമ്മൾ ഈ കൊടുത്ത സീരീസ് ബുക്ക് നെയിം, BK നെയിം. ദെൻ ഇതാണ് ഡേറ്റ് ഓഫ് പർച്ചേസ് 12/10. 12 പറഞ്ഞാൽ ഡേയിലേക്കും 10 മന്തും 2010 എന്ന് പറയുന്നത് ഇയറായിട്ട് പോകും. ദെൻ അതിൻ്റെ പ്രൈസ് 120. ഇങ്ങനെയാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാം. ഇനി ഇങ്ങനെയല്ല എങ്കിൽ ബുക്ക് ബി എന്ന് പറഞ്ഞതിന് ശേഷം ബുക്ക് ബി എന്ന് പറഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാം. ബി ഡോട്ട് ബുക്ക് നമ്പർ, ബി ഡോട്ട് ബുക്ക് നമ്പർ ഈക്വൽ ടു 123. ഇങ്ങനെ നമുക്ക് അസൈൻ ചെയ്തിട്ട് പോവാം. ദിസ് ഓൾസോ കറക്റ്റ്. അപ്പോൾ ഇങ്ങനെ ഈ ഡിക്ലറേഷനും ആവാം, ഇങ്ങനെ ഇനീഷ്യലൈസേഷനും ആവാം. ഇങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിനും ഇനീഷ്യലൈസ് ചെയ്തിട്ട് ചെയ്യുകയും ആവാം. റൈറ്റ് C++ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ബുക്ക്. ആ ഡീറ്റെയിൽസ് ഒരു സ്ട്രക്ചർ വേരിയബിളിൻ്റെ ഉള്ളിൽ കുറച്ച് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചെയ്താൽ നമുക്കിങ്ങനെ എഴുതാം. cout b ഡോട്ട് ബുക്ക് നമ്പർ, cout b ഡോട്ട് BK ഡോട്ട് നെയിം, cout b ഡോട്ട്, ഇവിടെ നോക്കുക അത് നെസ്റ്റഡ് സ്ട്രക്ചർ ആയതുകൊണ്ട് ബി ഡോട്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഡേറ്റ് ഓഫ് പർച്ചേസ് ഡോട്ട് DD, ഡേറ്റ് ഫോർമാറ്റിൽ തന്നെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാണ് DD. അപ്പം നമ്മൾ ഇതിൽ 12 ഒരു ഹൈഫൺ, പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ബിയുടെ ഡേറ്റ് ഓഫ് പർച്ചേസിലെ മന്ത് MM. അപ്പോൾ 12-10 ബി ഡോട്ട് ഡേറ്റ് ഓഫ് പർച്ചേസ് ഡോട്ട് YY 2010. അപ്പോൾ ഇത് ഒരു പ്രത്യേക ഫോർമാറ്റിൽ നമ്മൾ പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നു. ഡേറ്റിൻ്റെ ഫോർമാറ്റിൽ തന്നെ 12-10-2010 എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കും. ദെൻ പ്രൈസ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ബി ഡോട്ട് പ്രൈസ്. Then the missing of structure tag in the inner structure does not cause any error. State whether this is true or false. Give reason. ഇത് ഇന്നർ സ്ട്രക്ചറിൽ ഇവിടെ നമ്മൾ ഈ ഇന്നർ സ്ട്രക്ചർ നമ്മൾ സ്ട്രക്ചർ ടാഗ് കൊടുത്തിട്ടില്ല. അത് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, കാരണം ഇവിടെ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്.
വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്തത് ഉള്ളത് കൊണ്ട് ഡയറക്റ്റായിട്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ നമുക്ക് എന്ത് വേണ്ട, സ്ട്രക്ചറിൻ്റെ ടാഗ് ആവശ്യമില്ല. സ്റ്റേറ്റ് വെദർ ദിസ് ഈസ് ട്രൂ ഓർ ഫാൾസ്. ട്രൂ ആണ്. ഗീവ് റീസൺ, അത് റീസൺ പറഞ്ഞു കഴിഞ്ഞു. ട്രൂ, വേരിയബിൾ ഡേറ്റ് ഓഫ് പർച്ചേസ് ഈസ് ക്രിയേറ്റഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇറ്റ്സ് ഡെഫിനിഷൻ. Then structure is a user-defined data type. Justify this statement with the help of an example. Structure ഒരു യൂസർ-ഡിഫൈൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതൊരു ഉദാഹരണ സഹിതം വിശദീകരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഹിയർ സ്റ്റുഡൻറ്റ്, ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഹിയർ സ്റ്റുഡൻറ്റ് സ്ട്രക്ചർ ഈസ് യൂസ്ഡ് ടു കമ്പൈൻ ഡീറ്റെയിൽസ് ഓഫ് എ സ്റ്റുഡൻറ്റ് വിച്ച് ഡിഫൈൻഡ് ആസ് പെർ യൂസേഴ്സ് നെസസിറ്റി. യൂസറുടെ ആവശ്യത്തിനനുസരിച്ച് പുതിയൊരു ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് ക്രിയേറ്റ് ചെയ്യുന്ന രീതി നമ്മൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന പുതിയ ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കുന്നു. അതിൽ നമുക്ക് അഡ്മിഷൻ നമ്പർ വേണം, പേര് വേണം, ഗ്രൂപ്പ് വേണം, ഫീ വേണം. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളത് ഡിഫൈൻ ചെയ്തു. ഇനി നമുക്കിതിൽ സെക്സും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്കതും കൂടെ കൊടുക്കാം. കുട്ടിയുടെ സെക്സും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. സോ നമ്മളുടെ യൂസറുടെ റിക്വയർമെൻറ്റിനനുസരിച്ചാണ് നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓരോന്നും നോക്കുക നമ്മൾ. വൈൽ ഡിഫൈനിങ് എ സ്ട്രക്ചർ ഇൻ C++, ടാഗ് മേ ബി ഒമിറ്റഡ്. C++ൽ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ടാഗ് വേണമെങ്കിൽ നമുക്ക് സ്ട്രക്ചർ ടാഗ് വേണമെങ്കിൽ ഒഴിവാക്കാം. ശരിയാണ്. ദ ഡാറ്റ കണ്ടെയ്ൻ ഇൻ എ സ്ട്രക്ചർ വേരിയബിൾ ക്യാൻ ബി കോപ്പീഡ് ഇൻ ടു അനദർ വേരിയബിൾ ഓൺലി ഇഫ് ബോത്ത് ഓഫ് ദം ആർ ഡിക്ലെയർഡ് യൂസിങ് ദ സെയിം സ്ട്രക്ചർ ടാഗ്. ഒരേ സ്ട്രക്ചർ ടാഗിൽ ഡിഫൈൻ ചെയ്ത രണ്ട് വേരിയബിൾസിലെ കണ്ടൻറ്റുകളെ പരസ്പരം കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. അത് ശരിയാണ്. Element of a structure is referenced by structure name dot element. ഇത് ശരിയല്ല. Element of a structure is referenced using structure variable dot element. Structure name അല്ല, structure variable dot element ആണ്. A structure can contain another structure. ഒരു സ്ട്രക്ചറിൽ മറ്റൊരു സ്ട്രക്ചർ കണ്ടെയ്ൻ ചെയ്യാം. ശരിയാണ്. അപ്പോൾ ഇതിൽ 1, 2, 4 സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് എഴുതാം സ്റ്റേറ്റ്മെൻറ്റ്സ് 1, 2 and 4 are true. Read the following C++ statement. Int star p, a equal to 5, p equal to ampersand a. ചോദ്യം, what is the speciality of variable p? p എന്ന് പറയുന്ന വേരിയബിളിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇറ്റ് ഈസ് എ പോയിൻ്റർ. അത് തന്നെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. ഇറ്റ് ക്യാൻ ഹോൾഡ് മെമ്മറി അഡ്രസ്സ്. അതിന് മെമ്മറി അഡ്രസ്സ് ഹോൾഡ് ചെയ്യാം. വാട്ട് വിൽ ബി ദ കണ്ടൻറ്റ് ഓഫ് പി ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. വാട്ട് ഹാപ്പൻസ്? എന്താ സംഭവിക്കുക? അഡ്രസ് ഓഫ് എ വിൽ ബി കോപ്പീഡ് ടു പി. അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ ഓർ വേരിയബിൾ എ. വാട്ട് വിൽ ബി ദ കണ്ടൻറ്റ്? പിയുടെ കണ്ടൻറ്റ് എന്താ ഉണ്ടാവുക? എയുടെ അഡ്രസ്സ്, എ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ്റെ ബേസ് അഡ്രസ്സ് പിയിലേക്ക് കോപ്പി ചെയ്യും. ഹൗ ഡു ദ എക്സ്പ്രഷൻ സ്റ്റാർ പി പ്ലസ് 1 ആൻഡ് സ്റ്റാർ പി പ്ലസ് 1 ഡിഫർ? എങ്ങനെയാണ് സ്റ്റാർ പി പ്ലസ് 1ഉം സ്റ്റാർ പി പ്ലസ് 1ഉം ഡിഫർ ചെയ്യുന്നത്? ഒന്നാമത്തത് സ്റ്റാർ പി പ്ലസ് 1 എന്ന് പറഞ്ഞാൽ വാല്യൂ അറ്റ് പി, അതിൻ്റെ കൂടെ 1 കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ ചെയ്യുക? സ്റ്റാർ പി പ്ലസ് 1 വിൽ ബി വാല്യൂ അറ്റ് പി പ്ലസ് 1, ദാറ്റ് ഈസ് വാല്യൂ അറ്റ് പി എന്താണ്? 5 പ്ലസ് 1, ദ ആൻസർ വിൽ ബി 6. ദെൻ രണ്ടാമത്തത് സ്റ്റാർ പി പ്ലസ് 1 ഡിഫർ. സ്റ്റാർ പി പ്ലസ് 1 റെപ്രസെൻറ്റ് ദ വാല്യൂ ഇൻ ദ നെക്സ്റ്റ് ഇൻറ്റിജർ ലൊക്കേഷൻ പോയിൻറ്റഡ് ബൈ പി. പിൻ്റെ കൂടെ 1 കൂട്ടുക എന്ന് പറഞ്ഞാൽ പോയിൻ്റർ അരിത്മെറ്റിക് ചെയ്യാനാണ്. അപ്പോൾ 1000 ആണ് പിയിലെ അഡ്രസ്സ് എങ്കിൽ 1000 പ്ലസ് 4 എന്നാവും. വാല്യൂ അറ്റ് 1000 പ്ലസ് 4 എന്നായിട്ടത് മാറും. അപ്പോൾ അത് ഇൻറ്റിജർ അരിത്മെറ്റിക് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ലൊക്കേഷൻ, നെക്സ്റ്റ് ലൊക്കേഷനിലുള്ള കണ്ടൻറ്റിനെയാണത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, പോയിൻ്റ് ചെയ്യുന്നത്. ഇനി ഐഡൻറ്റിഫൈ ദ എറേഴ്സ് ഇൻ ദ ഫോളോയിങ് C++ കോഡ് സെഗ്മെൻറ്റ് ആൻഡ് ഗീവ് ദ റീസൺ ഫോർ ഈച്ച്. കുറേ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ എറേഴ്സ് പറയാം. ഇൻറ്റ് സ്റ്റാർ പി സ്റ്റാർ ക്യൂ എ ഈക്വൽ ടു 5. സ്റ്റാർ പി സ്റ്റാർ ക്യൂ കുഴപ്പമില്ല, എ ഈക്വൽ ടു 5 അതിലും എററില്ല. ഫ്ലോട്ട് ബി ഈക്വൽ ടു 2 അതും കുഴപ്പമില്ല. പി ഈക്വൽ ടു ആമ്പർസാൻഡ് എ, പി ഒരു ഇൻറ്റിജർ പോയിൻ്ററാണ്, അതിലേക്ക് അഡ്രസ് ഓഫ് എ പറഞ്ഞാൽ ഇൻറ്റിജറിൻ്റെ അഡ്രസ്സാണ് കോപ്പി ചെയ്തത്, അതും കുഴപ്പമില്ല. ക്യൂ ഈക്വൽ ടു ആമ്പർസാൻഡ് ബി ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പാണ്, ഫ്ലോട്ട് വേരിയബിളാണ്. അതിൻ്റെ അഡ്രസ്സ് നമുക്ക് ഒരിക്കലും ഇൻറ്റിജർ പോയിൻ്റർ ആയിട്ടുള്ള ക്യൂയിലേക്ക് അസൈൻ ചെയ്യാൻ കഴിയില്ല. സോ എറർ ഇതാണ്, അഡ്രസ് ഓഫ് ബി കനോട്ട് ബി അസൈൻ ടു ക്യൂ ആസ് ഇറ്റ് ഈസ് ആൻ ഇൻറ്റിജർ പോയിൻ്റർ. ക്യൂ ഒരു ഇൻറ്റിജർ പോയിൻ്റർ ആയതുകൊണ്ട് ഫ്ലോട്ടിംഗ് പോയിൻ്റ് വേരിയബിൾ ആയിട്ടുള്ള ബിയുടെ അഡ്രസ്സിനെ നമുക്ക് ക്യൂയിലേക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. ദെൻ സി ഔട്ട് പി സ്റ്റാർ പി സ്റ്റാർ എ.
പി പ്രിൻ്റ് ചെയ്യാം, സ്റ്റാർ പിയും പ്രിൻ്റ് ചെയ്യാം. സ്റ്റാർ എ, കാരണം എ ഒരു ഓർഡിനറി വേരിയബിളാണ്, അതുകൊണ്ട് എ കനോട്ട് ബി യൂസ്ഡ്. സ്റ്റാർ എ കനോട്ട് ബി യൂസ്ഡ് സിൻസ് എ ഇസ് നോട്ട് എ പോയിൻ്റർ. എ ഒരു പോയിൻ്റർ അല്ലാത്തതുകൊണ്ട് സ്റ്റാർ എ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ദിസ് നാരോ. ഇഫ് പി ലെസ് ദാൻ ക്യൂ സി ഔട്ട് പി. ഇവിടെ പിയും ക്യൂവും പോയിൻ്റർ വേരിയബിൾസ് ആണ്. പോയിൻ്റർ വേരിയബിൾസ് തമ്മിൽ ഒരിക്കലും ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ പോലുള്ള കമ്പാരിസൺ നടത്താൻ പാടില്ല. സോ ലെസ് ദാൻ ഓപ്പറേറ്റർ, ലോജിക്കൽ റിലേഷണൽ ഓപ്പറേറ്റർ കനോട്ട് ബി യൂസ്ഡ് ഓൺ പോയിൻറ്റേഴ്സ്. ഇത്രയാണ് അതിലെ എറേഴ്സ്. While writing a program, the concept of dynamic memory allocation is applied, but the program does not contain a statement with delete operator and it creates a problem. Explain the problem. ഡൈനാമിക് അലോക്കേഷൻ ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതി, പക്ഷേ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടില്ല. എന്താണ് പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടായി. എന്താണ് പ്രശ്നം? നമുക്കറിയാം, ഡിലീറ്റ് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് മെമ്മറി ലീക്ക്. ദ പ്രോബ്ലം ഈസ് മെമ്മറി ലീക്ക്. എന്താണ് മെമ്മറി ലീക്ക്? മെമ്മറി റിസർവ് ചെയ്യുന്നു, ആവശ്യം കഴിഞ്ഞാൽ അതിനെ ഡി അലോക്കേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ഓർഫൻഡ് ബ്ലോക്കായിട്ട് മാറും. അങ്ങനെ ഓർഫൻഡ് ബ്ലോക്കുകൾ ഒരുപാടെണ്ണം കൂടിക്കഴിഞ്ഞാൽ മെമ്മറി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരികയും ഗ്രാജ്വലി സിസ്റ്റം സ്റ്റക്കാവുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവും. സോ ഇഫ് ദ മെമ്മറി അലോക്കേറ്റഡ് യൂസിങ് ന്യൂ ഓപ്പറേറ്റർ ഈസ് നോട്ട് ഫ്രീഡ് യൂസിങ് ഡിലീറ്റ്, ദാറ്റ് മെമ്മറി ഈസ് സെറ്റ് ടു ബി ആൻ ഓർഫൻഡ് മെമ്മറി ബ്ലോക്ക്, എ ബ്ലോക്ക് ഓഫ് മെമ്മറി ദാറ്റ് ഈസ് ലെഫ്റ്റ് അൺയൂസ്ഡ് ബട്ട് നോട്ട് റിലീസ്ഡ് ഫോർ ഫർദർ അലോക്കേഷൻ. എങ്ങനെ മെമ്മറി ഓർഫൻഡ് മെമ്മറി ബ്ലോക്കുകളെ ക്രിയേറ്റ് ചെയ്യും? This memory block is allocated on each execution of the program and the size of the orphaned block is increased. ഓരോ പ്രാവശ്യം പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ഓർഫൻഡ് ബ്ലോക്കുകൾ ഇങ്ങനെ കൂടി വരും. This part of the memory seems to disappear on every run of the program and eventually the amount of memory consumed has an unavoidable effect. ഓരോ പ്രാവശ്യവും ഇങ്ങനെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അലോക്കേറ്റ് ചെയ്ത മെമ്മറി അലോക്കേറ്റഡ് ആയിട്ട് അവിടെ കാണുകയും പക്ഷേ അത് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അത് മാറുകയും ചെയ്യും. ദിസ് സിറ്റുവേഷൻ ഈസ് നോൺ ആസ് മെമ്മറി ലീക്ക്. ഇങ്ങനെ മെമ്മറി ഈ ഒരു സിറ്റുവേഷനെ, ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ മെമ്മറി ലീക്ക് എന്ന് പറയും. റീഡ് ദ C++ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇൻഡ് ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 34, 12, 25, 56, 38 ഇത്രയാണ് വാല്യൂസ്. ഇൻഡ് സ്റ്റാർ പി ഈക്വൽ ടു AR. പി ഒരു പോയിൻ്ററാണ്. ആ പോയിൻ്ററിലേക്ക് ARനെ ഡിക്ലെയർ എന്ന് പറഞ്ഞാൽ ഈ അറേയുടെ ബേസ് അഡ്രസ്സ് പിയിലേക്ക് കോപ്പി ചെയ്തു. വാട്ട് വിൽ ബി ദ കണ്ടൻറ്റ് ഓഫ് പി? എന്താണ് പിയുടെ കണ്ടൻറ്റ്? ദ ആൻസർ ഈസ് ബേസ് അഡ്രസ് ഓഫ് AR. അറേയുടെ ബേസ് അഡ്രസ്സാണ് പിയിൽ ഉണ്ടാവുക. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദി എക്സ്പ്രഷൻ സ്റ്റാർ പി പ്ലസ് സ്റ്റാർ AR പ്ലസ് 2? സ്റ്റാർ പി പ്ലസ് സ്റ്റാർ AR പ്ലസ് 2 എന്താ ചെയ്യുക? സ്റ്റാർ പി എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെൻറ്റ് ദ ഫസ്റ്റ് ഐറ്റം ഇൻ ദ അറേ. സ്റ്റാർ AR പ്ലസ് 2 എന്ന് പറഞ്ഞാൽ അറേയുടെ ബേസ് അഡ്രസ്സിൻ്റെ കൂടെ 2 കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ തേർഡ് ഐറ്റം, മൂന്നാമത്തെ ഐറ്റം, വാല്യൂ അറ്റ് തേർഡ് പൊസിഷൻ. അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും ഐറ്റം, അറേയിലെ ഒന്നാമത്തെ ഐറ്റം 34, മൂന്നാമത്തെ ഐറ്റം 25, അത് രണ്ടും ആഡ് ചെയ്താൽ 59. ദാറ്റ് വിൽ ബി ദ ആൻസർ കണ്ടൻറ്റ്. ദ സ്റ്റേറ്റ്മെൻറ്റ് AR++ ഈസ് ഇൻവാലിഡ്. വൈ? ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം P++? AR++ ഇൻവാലിഡ് ആണ്. കാരണം AR എന്ന് പറയുന്നത് അറേയുടെ പേരാണ്. അറേയുടെ ബേസ് അഡ്രസ്സാണ് എപ്പോഴും ARൽ സ്റ്റോർ ചെയ്യുക. അതിനെ നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യാനോ ഡിക്രിമെൻറ്റ് ചെയ്യാനോ കഴിയില്ല. അതുകൊണ്ടത് AR++ ഇൻവാലിഡ് ആണ്. എന്നാൽ P എന്ന് പറയുന്നത് ഒരു പോയിൻ്റർ വേരിയബിളാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് പോയിൻ്റർ അരിത്മെറ്റിക് അലൗഡ് ആണ്. സോ AR is name of array. It cannot be incremented or decremented. P is a pointer variable. We can perform addition and subtraction on it. Then explain the working of the following code segment and predict the output. Char star str tobacco kills for inti is equal to 0, str of I not equal to null I plus plus if I greater than 8 star str of I equal to 2 upper star str of I. ഈ ഒരു ലൂപ്പിൽ പോയിട്ട് ഓരോ ക്യാരക്ടറിനെയും എടുത്ത് ഓപ്പറേഷൻ ചെയ്യുകയാണ്. ആ ഓപ്പറേഷൻ ചെയ്യുന്നത് I ഗ്രേറ്റർ ദാൻ 8 ആവുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു കാര്യം ചെയ്യുക. ഈ കാര്യം ചെയ്യുന്നത് ആ എടുക്കുന്ന ക്യാരക്ടറിനെ അപ്പർ കേസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇറ്റ് ഹാപ്പൻസ് ഓൺലി വെൻ I ബിക്കംസ് 9. I 9 മുതൽ നടക്കും. അപ്പോൾ ദിസ് ഈസ് 0, 1, 2, 3, 4, 5, 6, 7, 8 ILLS ഇത് മുതൽ ഇങ്ങോട്ടുള്ളതിനെ എടുക്കും. അപ്പോൾ ഐനെ ക്യാപിറ്റലാക്കിയിട്ട് അതിൽ തന്നെ സ്റ്റോർ ചെയ്യും. അപ്പോൾ കിൽസ് എന്നുള്ള മാറി ക്യാപിറ്റലിലുള്ള കിൽസായിട്ട് മാറും. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് C out STR എന്ന് പറയുമ്പോൾ പ്രിൻ്റ് ചെയ്യുന്നത് ടുബാക്കോ എന്ന് തന്നെയായിരിക്കും. കാരണം C out ആയതുകൊണ്ട് ആ സ്ട്രിങ്ങിലെ ഫസ്റ്റ് പാർട്ട് മാത്രമേ പ്രിൻ്റ് ചെയ്യുള്ളൂ. ക്യാരക്ടർ ഇൽസ് ഇൻ ദ സ്ട്രിങ്
str will get converted to uppercase. Output is tobacco. Output to tobacco. Observe the following C++ statements in AR 14, 29, 32, 63, 30. Which one of the following expression cannot be used to access the element 32? Which is that? ഈ 32 എന്ന് പറയുന്ന എലമെൻറ്റിനെ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ആക്സസ് ചെയ്യാൻ കഴിയാത്തതെന്നാണ്. AR of 2 എന്ന് പറയുന്നതാണ് നമുക്ക് AR of 0, AR of 1, AR of 2. ഇപ്പോൾ ഇത് ആക്സസ് ചെയ്യാം. AR of സ്റ്റാർ AR mod 3. സ്റ്റാർ AR എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ അറ്റ് AR. വാല്യൂ അറ്റ് AR എന്ന് പറഞ്ഞാൽ 14. 14 mod 3. 14 mod 3 പറഞ്ഞാൽ 14 divided by 3 അതിൻ്റെ റിമൈൻഡർ. So the answer is 2. അപ്പോൾ AR of 2 again it is 32. Then star AR plus 2. ഇതിൻ്റെ ആൻസർ യഥാർത്ഥത്തിൽ എന്താ വരിക? സ്റ്റാർ AR എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 14. 14 plus 2 is 16. അപ്പോൾ അത് ഇതിന് ആക്സസ് ചെയ്യുന്നില്ല. സ്റ്റാർ AR plus 2 ഇതും എന്താണ്? ARൻ്റെ കൂടെ 2 ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ് ദ തേർഡ് ലൊക്കേഷൻ. വാല്യൂ അറ്റ് തേർഡ് ലൊക്കേഷൻ 32. അപ്പോൾ ദിസ് ഈസ് ദ statement that cannot be used for accessing 32. Explain the operations performed by the operators new and delete with the help of an example. New delete എന്താണ് ചെയ്യുന്ന ഒരു ഉദാഹരണ സഹിതം വിശദീകരിക്കുക. ഇൻറ്റ് സ്റ്റാർ PTR ഒരു പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യുന്നു. PTR ഈക്വൾ ടു ന്യൂ ഇൻറ്റ്. ഈ കേസിൽ ഡൈനാമിക്കായിട്ട് ഇൻറ്റിജറിന് വേണ്ടി 4 ബൈറ്റ് റിസർവ് ചെയ്യുന്നു. അതിൻ്റെ ബേസ് അഡ്രസ് PTRലേക്ക് സ്റ്റോർ ചെയ്യുന്നു. സ്റ്റാർ PTR ഈക്വൾ ടു 100. വാല്യൂ അറ്റ് അത് ആ റിസർവ് ചെയ്ത ഡൈനാമിക്കായിട്ട് റിസർവ് ചെയ്ത ലൊക്കേഷനിലേക്ക് 100 ഇനീഷ്യലൈസ് ചെയ്യുന്നു. ഡിലീറ്റ് PTRനെ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ന്യൂവും അതുപോലെ ഡിലീറ്റും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കാണാം. വാട്ട് ഈസ് മീൻ ബൈ മെമ്മറി ലീക്ക്? വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇറ്റ്? ഹൗ ക്യാൻ വി അവോയ്ഡ് സച്ച് സിറ്റുവേഷൻ? നമ്മൾ മുമ്പേ എക്സ്പ്ലെയിൻ ചെയ്തതാണ് മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. ഡിലീറ്റ് ഉപയോഗിക്കാൻ മറക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഓർഫൻഡ് മെമ്മറി ബ്ലോക്ക് ക്രിയേഷനാണ്. അത് അഡ്വേഴ്സായിട്ട് സിസ്റ്റത്തെ ബാധിക്കും. കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫോർഗെറ്റിംഗ് ടു ഡിലീറ്റ് ദ മെമ്മറി ദാറ്റ് ഹാസ് ബീൻ അലോക്കേറ്റഡ് ഡൈനാമിക്കലി. ന്യൂ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യപ്പെട്ട മെമ്മറിയെ ഡിലീറ്റ് ചെയ്യാൻ മറക്കുക. ഫെയിലിംഗ് ടു എക്സിക്യൂട്ട് ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂ ടു പുവർ ലോജിക് ഓഫ് ദ പ്രോഗ്രാം. പ്രോഗ്രാമർ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷേ പ്രോഗ്രാമിംഗ് ലോജിക്കിൽ ചെറിയ പ്രശ്നം വന്നത് കാരണം ഡിലീറ്റ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ദെൻ അസൈനിങ് ദ അഡ്രസ് റിട്ടേൺഡ് ബൈ എൻ ഓപ്പറേറ്റർ ടു എ പോയിൻ്റർ ദാറ്റ് വാസ് ആൾറെഡി പോയിൻറ്റ് ടു ആൻ ഒബ്ജക്റ്റ്. P എന്ന് പറയുന്ന പോയിൻ്റർ ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് പോയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്തിന് നമ്മൾ എന്ത് ചെയ്തു? ഈ Pയെ മറ്റൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ട് അതിലേക്ക് പോയിൻ്റ് ചെയ്തു. അപ്പോൾ വാട്ട് ഹാപ്പൻസ്? P ഇപ്പോൾ പുതിയ മെമ്മറി ബ്ലോക്കിലേക്ക് പോയിൻ്റ് ചെയ്യുകയും ആദ്യത്തെ മെമ്മറി ബ്ലോക്ക് ഓർഫൻഡായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് മെമ്മറി ലീക്ക് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാവുന്നത്. കമ്പയർ ദ ഫോളോയിങ്. Compare the following two statements. Int A equal to 5, int star A new int of 5. ഇത് നമ്മളുടെ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനാണ്. int A equal to 5, A is an ordinary integer variable that stores integer number 5 for which memory is allocated using static memory allocation. Then രണ്ടാമത്തത് int star A equal to new int of 5 is an integer pointer which stores the base address of memory allocated in dynamic fashion using new operator and its content will be. ഇവിടെ നമ്മൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ വഴി മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. അതിൻ്റെ 5 എന്ന് പറയുന്ന കണ്ടൻറ്റ് കൊടുക്കുന്നു. അതിൻ്റെ ബേസ് അഡ്രസ്സ് കൊണ്ടുപോയിട്ട് A എന്ന് പറയുന്ന പോയിൻ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. സോ ആദ്യത്തേത് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനാണ്, രണ്ടാമത്തേത് ഡൈനാമിക് മെമ്മറി അലോക്കേഷനാണ്. Read the structure definition given below and answer the following questions. Struct sample int num char star str star sptr. ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്. റൈറ്റ് C++ സ്റ്റേറ്റ്മെൻറ്റ് ഡൈനാമിക്കലി ടു C++ സ്റ്റേറ്റ്മെൻറ്റ് ടു ഡൈനാമിക്കലി അലോക്കേറ്റ് ദ ലൊക്കേഷൻ ഫോർ സാമ്പിൾ ടൈപ്പ് ഡാറ്റ ആൻഡ് സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ SPTR. അപ്പോൾ ഡൈനാമിക്കായിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. സാമ്പിളിന് സ്പേസ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. SPTR ഒരു പോയിൻ്റാണ്. SPTR ഈക്വൾ ടു ന്യൂ സാമ്പിൾ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡാറ്റ ടൈപ്പ്. ഇതിന് എത്രയാണോ ബൈറ്റ്സ് ആവശ്യമുള്ളത് ഇവിടെ നോക്കിയാൽ അറിയാം. ഇതിനൊരു 4 ബൈറ്റ്, ഇതിന് ഒരു ക്യാരക്ടർ പോയിൻ്ററാണ്. ഇതിനാവശ്യമായിട്ടുള്ള മെമ്മറി ഇത് റിസർവ് ചെയ്യും.
Then write C++ statement to input data into the location pointed by SPTR. വാല്യൂ ഇൻസേർട്ട് വാല്യൂ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സീൻ SPTR ആരോ നമ്മാണ് ആരോ ഓപ്പറേറ്റർ ഉപയോഗിച്ചത്. കാരണം ഇവിടെ നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്തത് ഡൈനാമിക് ഫാഷനിലാണ്. ഇങ്ങനെ ഡൈനാമിക് ആയിട്ട് പോയിൻ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ, സ്ട്രക്ചറിൽ പോയിൻ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ കഴിയില്ല. അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ആരോ ഓപ്പറേറ്റർ ഉപയോഗിക്കണം. സോ നമ്മിലേക്ക് വാല്യൂ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കാം, STRലേക്ക് വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് SPTR ആരോ STR ഉപയോഗിക്കാം. മോഡിഫൈ ദ സ്ട്രക്ചർ ഇൻ ടു എ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ഇതിനൊരു സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ആക്കുക. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ അതിൻ്റെ തന്നെ ഒരു പോയിൻ്റർ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഒരു സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയാം. സോ ഹിയർ സ്ട്രക്ട് സാമ്പിൾ തന്നിരിക്കുന്നതിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി എഴുതി ചേർക്കുകയാണ്. സാമ്പിൾ, ഇതാണ് ഡാറ്റ ടൈപ്പ്. ഇത് ഈ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ തന്നെ ഒരു പോയിൻ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ദിസ് ബിക്കംസ് എ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. സോ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. താങ്ക് യു.